പേളി മാണിയുടെ രണ്ടാമത്തെ കുഞ്ഞ് നിത്താര ബേബി 28ാമത്തെ ദിവസം തന്നെ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയ വാഴുക തന്നെയാണെന്ന് പറയാം. കാരണം നിത്താര ബേബി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 28ാം ദിവസം നൂലുകെട്ട് ചടങ്ങിന് ശേഷം നിത്താര ബേബിയുടെ ചിത്രങ്ങൾ മാത്രമാണിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കാണാൻ സാധിക്കുന്നത്. പേളിയും ശ്രീനിഷും പങ്കുവച്ച ചിത്രങ്ങൾക്ക് പിന്നാലെ ആരാധകർ ഇപ്പോൾ നിത്താര ബേബിക്ക് ഫാൻസ് പേജുകൾ ഉണ്ടാക്കി അതിലൂടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നിത്താര ബേബിയുടെ ചിത്രങ്ങൾ പുറത്തു വന്ന ആദ്യ സമയം പേളി കുറച്ചു കാലങ്ങളിൽ ഒതുങ്ങി നിന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. നിത്താര ബേബിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഇത് ഡിറ്റോ ശ്രീനിഷിൻ്റെ അമ്മ തന്നെയെന്ന്. പേളി ആദ്യം കുറച്ച് അസ്വസ്ഥതയായിരുന്നു. നിലു ബേബി പ്രസവിച്ചതുപോലെയല്ല. ആ പ്രസവശേഷം കുറച്ചധികം റെസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിത്താര ബേബിയുടെ പ്രസവത്തിന് ശേഷം പേളിയും കുഞ്ഞും കുറച്ചധികം ഓക്കെ ആകാൻ സമയമെടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് കുഞ്ഞിൻ്റെ ഒരു ചിത്രം പോലും പേളി പങ്കുവയ്ക്കുന്നത്. രണ്ടാമത്തെ കുഞ്ഞിനെ പേളി മറച്ചു പിടിക്കാൻ കാരണമായതും നൂലുകെട്ട് ചിത്രങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. നില പറഞ്ഞതുപോലെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ശ്രീനിഷിൻ്റെ അമ്മയുടെ ഛായ കൂടുതൽ നിത്താരയ്ക്കാണെന്ന് സമ്മതിച്ചേ മതിയാകൂ എന്ന് പ്രേക്ഷകർ പറയുന്നു. നില പിറന്നപ്പോൾ ഡെലിവറി വീഡിയോ അടക്കം പങ്കിട്ട പേളി രണ്ടാമത്തെ മകളെ എന്തിനാണ് തങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നതെന്ന സംശയം ആരാധകർക്കുണ്ട്. എല്ലാ പരിഭവങ്ങൾക്കുമുള്ള പേളിയുടെ മറുപടിയായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കിട്ട നൂലുകെട്ട് വീഡിയോ. മൂത്ത മകൾ നില ശ്രീനിഷെങ്കിൽ രണ്ടാമത്തെയാൾ നിത്താര ശ്രീനിഷാണ്. കുഞ്ഞിൻ്റെ നൂലുകെട്ടിനും പേരിടൽ ചടങ്ങിനും ശേഷം മാത്രമാണ് ദമ്പതികൾ പേര് പ്രഖ്യാപിച്ചത്. മൂത്ത കുട്ടിയായ നിലയുടെ കാര്യത്തിൽ എല്ലാം കുറച്ചുകൂടി വേഗത്തിലാണെന്ന് പ്രേക്ഷകരും ആരാധകരും അറിഞ്ഞതെന്ന് മാത്രം. നിത്താര എന്ന പേരിൻ്റെ അർത്ഥം വേരുറപ്പുള്ളത് എന്നാണ്. മൂത്ത മകൾക്കും ഇംഗ്ലീഷ് അക്ഷരമായ എൻ കൊണ്ട് തുടങ്ങുന്ന പേര് തന്നെയാണ്. രണ്ടാമത്തെ ആളും പേരും അതുമായി സമാനതകളുള്ളതാവണം. ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ പേരിൽ കൊണ്ടെത്തിച്ചത് ഇങ്ങനെയാണ്. താര എന്ന പേരിനൊപ്പം ചേർത്ത് നക്ഷത്രം എന്ന അർത്ഥം വന്നതോടെ തന്നെ കരുതിയാകുമെന്ന് ആരാധകർ കണ്ടെത്തൽ. അങ്ങനെ ഒരാൾ നിലാവും ഒരാൾ താരവുമാകുന്നു. നില എന്നാൽ ചന്ദ്രൻ എന്നാണ്. അതുകൊണ്ട് നക്ഷത്രത്തിനും പ്രാധാന്യമുണ്ടല്ലോ. നിലയെപ്പോലെ തന്നെ നിത്താരയും ആരാധകർക്ക് ബോധിച്ചു. നിത്താരയുടെ നൂലുകെട്ട് ചിത്രങ്ങൾ ചേർത്ത് വെച്ച ആരാധകർ ഇപ്പോൾ കുറിപ്പുമായി എത്തുന്നുണ്ട്. നിത്താരയുടെ നിലയുടെ നൂലുകെട്ട് ചിത്രവും രണ്ടുപേരും ഒരുപോലെ കിടക്കുന്ന ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തിയത്. നില പേളിയെപ്പോലെയും നിത്താര ശ്രീനിഷിനെ പോലെയാണെന്ന് പറയുന്നു. എന്നാൽ നിലു ബേബി കൂടുതലും ശ്രീനിഷിൻ്റെ അമ്മയെപ്പോലെ എന്നാണ് കുഞ്ഞുനാളിലെ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ മുഖം മാറി പേളിയെപ്പോലെ ആയി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പെൺകുട്ടികൾ വളരുമ്പോൾ അമ്മയെപ്പോലെ ആകുന്നത് സ്വാഭാവികമാണ്. അതിൽ ഒരു കുറ്റവുമില്ല. എന്നാൽ നിത്താരയ്ക്കാണ് ശ്രീനിഷിൻ്റെ അമ്മയുമായി കൂടുതൽ ഛായ എന്ന് പറയുന്നു. നിത്താരയുടെ കണ്ണുകൾക്കാണ് ആരാധകർ ഏറെയും. നിലയ്ക്ക് ലഭിച്ച അതേ വരവേൽപ്പ് തന്നെയാണ് നിത്താരയ്ക്കും ലഭിക്കുന്നത്. നിലു ബേബിയുടെ കണ്ണ് വലുതാണെന്ന് പ്രേക്ഷകർ പറയുമെങ്കിലും നിത്താര ബേബിയെ വെച്ച് നോക്കുമ്പോൾ ചെറുതാണെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ. നൂലുകെട്ട് വീഡിയോ പങ്കിട്ടപ്പോൾ തുടർന്ന് മാലാക കുഞ്ഞുങ്ങൾക്കൊപ്പമുള്ള വീഡിയോയും പേളി പങ്കുവച്ചിരുന്നു. 2024 ജനുവരി 13-നാണ് പേളി രണ്ടാമത് കുഞ്ഞിന് ജന്മം നൽകിയത്. പെൺകുഞ്ഞാണെന്ന് ഇരുവരും എത്തി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം അറിയിച്ചിരുന്നു. പിന്നാലെ ആശുപത്രിയിൽ നിന്നും കുഞ്ഞിനൊപ്പമുള്ള ഫോട്ടോയും പേളി പങ്കുവച്ചിരുന്നു. ഇതോടെ നിത്താര ബേബി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി മാറുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.